ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ പെട്ടെന്നാണ് ചന്ദ്രികയ്ക്ക് ഓർമ്മ വന്നത് മലറിനെ എവിടെയും കാണുന്നില്ലല്ലോ എന്ന്. അവൾ സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, മലരെവിടെ? അത് കേട്ടതും മഹേഷിന് വല്ലാത്ത ദേഷ്യം തോന്നുവാണ്. അയ്യോ, ഇനി കുരുത്തം കെട്ട പെണ്ണിൻ്റെ പേരിൽ വീണ്ടും കല്യാണം മുടങ്ങുമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും അപ്പോഴാണ് ചിന്തിക്കുന്നത് മലറിനെ അവിടെ എവിടെയും കാണുന്നില്ലല്ലോ എന്ന്. മലർ എനിക്കറിയില്ലല്ലോ, മഹേഷ് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക പറയാണ്, അവൾ സാറിനെ കാണാൻ വേണ്ടിയിട്ട് മുറിയിലേക്ക് വന്നതാണ്. അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ, വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ അവിടെ നിന്ന് തിരിച്ചു പോന്നതാണല്ലോ. അയ്യോ, പിന്നെ അവൾ എവിടെ പോയി കാണും? ചന്ദ്രിക ആകെ വെപ്രാളാവുകയാണ്. അവളുടെ ആ ഒരു വെപ്രാളം കണ്ടിട്ട് എല്ലാവരുടെ മുഖത്തും ആ ഒരു ഇത് വരുന്നുണ്ടായിരുന്നു. അതേസമയം മഹേഷ് ചിന്തിക്കുകയാണ്. മലര് വന്നിട്ട് മുറിയിൽ വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീ നീ സിദ്ധു അല്ലേ? അപ്പോൾ പിന്നെ നീ ആരാ? ഞാൻ നിന്റെ സിദ്ധു ഒന്നുമല്ല, ഞാൻ നിന്റെ സ്വന്തം അച്ഛൻ മഹേഷാണ്. അത് കേട്ട സമയത്ത് മലര് പറഞ്ഞതാണ്, ഞാനിത് എല്ലാവരോടും ഇപ്പം തന്നെ പോയി പറയുന്നു. ആ ദേഷ്യത്തിനാണ് മഹേഷ് അവളെ ബാത്റൂമിൽ പിടിച്ച് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നത്. അതാണ് ആ സമയത്ത് അവൻ ഓർക്കുന്നത്. ചന്ദ്രികയ്ക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അപ്പോൾ മഹേഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചന്ദ്രിക നീ പേടിക്കേണ്ടതൊന്നും ഇല്ല, മലര് ഇവിടെ എവിടെയെങ്കിലും കാണും. നമ്മുടെ കല്യാണം ആദ്യം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇല്ല സർ, നമ്മുടെ കല്യാണം നടക്കണമെന്ന് അവൾ എത്രത്തോളം ആഗ്രഹിച്ചതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ കല്യാണം നടക്കുമ്പോൾ അത് അവൾ കാണണ്ടേ? ചന്ദ്രികയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. സിദ്ധുവിനാണെങ്കിൽ, അതായത് മഹേഷിനാണെങ്കിൽ അത് കേൾക്കും തോറും ദേഷ്യം വരികയാണ്. കാരണം അവൻ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ മലര് വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ കല്യാണം മുടങ്ങും. കാരണം താൻ മഹേഷാണെന്നുള്ള സത്യവും മലറിനോട് അവൻ ദേഷ്യത്തിൽ തൊട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. അതേസമയം മലരാണെങ്കിൽ കഥകിനിങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, അമ്മ കഥക് തുറക്കമ്മ. അപ്പോൾ ചന്ദ്രികയുടെ മുഖത്ത് ടെൻഷനോട് കൂടി അവൾ ലക്ഷ്മിയോട് പറയാണ്, അമ്മ എന്താ മോളെ, മലരെവിടെ? അവളെ എങ്ങനെയെങ്കിലും കൂട്ടിയിട്ട് വാ. അപ്പോൾ ലക്ഷ്മി കൂളായിട്ട് പറയാണ്, അവളിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഞാൻ പോയിട്ട് ഇപ്പം തന്നെ കൂട്ടിയിട്ട് വരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയലിലെ ലോജിക്കില്ലായ്മ തന്നെയാണ് ഈ സീരിയലിനെ വളരെയധികം മോശമാക്കിയത് കേട്ടോ. കാരണം മുഹൂർത്തം കഴിയാൻ അത്ര സമയമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വന്ന സമയത്തൊക്കെ അത്രയും സമയം കുറഞ്ഞതേ ഉള്ളൂ. ഇനി ചന്ദ്രയ്ക്ക് എപ്പോഴാണ് സാരി ഉടുക്കാൻ പറ്റുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ മണ്ഡപത്തിൽ വന്നിരുന്നിട്ട് തന്നെ എത്രയോ സമയമായി. അപ്പോൾ മഹേന്ദ്രനാണെങ്കിലും വീണ്ടും ഇറങ്ങി പോവുകയാണ് മലറിനെ നോക്കാൻ വേണ്ടിയിട്ട്. ചന്ദ്രിക മലറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതേസമയം സിദ്ധാർത്ഥിൻ്റെ ഓട്ടോയുടെ പിന്നിലായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഗുണ്ടകൾ അവനെ ഓട്ടോയിന് ഫോളോ ചെയ്തിട്ട് മുന്നിൽ വന്നിട്ട് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുകയാണ്. അപ്പോൾ ഓട്ടോക്കാരൻ നിർത്തുന്നുണ്ട്. അവർ ചാടി ഇറങ്ങിയിട്ട് സിദ്ധാർത്ഥുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കുകയാണ്. സിദ്ധാർത്ഥ് അവരെ തല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ രണ്ടുപേർ ചേർന്ന് സിദ്ധാർത്ഥിനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് മൂന്നാമൻ സിദ്ധാർത്ഥിൻ്റെ ദേഹത്ത് ഓൾറെഡി പെട്രോൾ ഒഴിച്ചതാണല്ലോ, അപ്പോൾ തീയിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും സിദ്ധു ഏറെക്കുറെ നോർമൽ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ 3 പേരെ അടിച്ചിട്ട് പരിവാക്കുകയാണ്. എന്നിട്ട് വേഗം അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ മലറിനെ തെരഞ്ഞ് ലക്ഷ്മി പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ വന്ന മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ലക്ഷ്മി, നീ എന്താ തിരയുന്നത്? അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ മലറിനെ അന്വേഷിച്ച് വന്നതാണ്. അവൾ ഇവിടെ എവിടെന്നെങ്കിലും കളിക്കുന്നുണ്ടോ, നീ എന്തിനും ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? പക്ഷേ ചന്ദ്രികയ്ക്കും അതേ ടെൻഷൻ തന്നെയാണുള്ളത്. മലരാണെങ്കിലും കഥകി തട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ അകത്തിവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്, എന്നെ ആരെങ്കിലും രക്ഷിക്ക്. അതല്ല ഏട്ടാ, ചന്ദ്രികയ്ക്ക് കല്യാണം നടക്കുമ്പോൾ മലര് കാണണമെന്നാണ് ആഗ്രഹം. അവൾ മലരില്ലാതെ കല്യാണത്തിന് സമ്മതിക്കില്ല. ശരി, എങ്കിൽ നീ ആ ഭാഗത്ത് നോക്ക്, ഞാൻ ഈ സൈഡിൽ നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും 2 ഭാഗത്തോട്ടേക്ക് പോവാണ്. സിദ്ധു ആണെങ്കിൽ അവരിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ പിന്നാലെ വണ്ടിയിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് കല്യാണ മണ്ഡപത്തിൽ ഓരോരോ കർമ്മങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ചന്ദ്രിക ഒട്ടും താല്പര്യമില്ലാത്ത പോലെയാണ് ഓരോന്ന് ചെയ്യുന്നത്. മഹേഷിൻ്റെ മുഖത്താണെങ്കിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം ലക്ഷ്മി പോയിട്ട് മലറിനെ കൂട്ടിക്കൊണ്ട് വന്ന ഈ കല്യാണം നടക്കില്ല എന്ന് അവനറിയാം. ആ സമയത്ത് മേഘയാണെങ്കിൽ എല്ലാം കണ്ട് കൗതുകത്തോടെ കളിയാക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മലറിനെ അന്വേഷിച്ച് നടക്കുകയാണ് ലക്ഷ്മിയും മഹേന്ദ്രനും. പേരെടുത്ത് വിളിക്കുന്നുണ്ട്, മലർ മലർ. അപ്പോൾ അകത്തുനിന്ന് മലർ ഇങ്ങനെ വാതിലിൽ മുട്ടി പറയാണ്, ആരെങ്കിലും എന്നെ രക്ഷിക്കുക, എന്നെ ഇവിടെ അകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അവസാനം മഹേന്ദ്രനും ലക്ഷ്മിയും കണ്ടുമുട്ടിയപ്പോൾ അവർ പറയുന്നുണ്ട്, മലറിനെ എവിടെയും കാണുന്നില്ലെന്ന്. ഇനി ഒരു പക്ഷേ ഐസ്ക്രീമോ മറ്റോ വാങ്ങാൻ പുറത്ത് പോയിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ പുറത്തേക്ക് പോവുകയാണ്. ആ സമയം ലക്ഷ്മി തിരിച്ച് മണ്ഡപത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ കൂടെ മലറിനെ കാണാഞ്ഞപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയും ടെൻഷനോട് കൂടി പറയാണ്, മലർ ഇവിടെ ക്ഷേത്രത്തിൽ എവിടെയും ഇല്ല, അടുത്ത ഐസ്ക്രീം ഷോപ്പിലോ മറ്റോ പോയിട്ടുണ്ടാവുമെന്ന് എൻ്റെ അച്ഛന് സംശയം, അദ്ദേഹം അങ്ങോട്ടേക്ക് നോക്കിയിട്ട് പോയിട്ടുണ്ട്. അത് കേട്ടതും ചന്ദ്രിക ആകെ ടെൻഷനാവുകയാണ്. മഹേഷ് ആണെങ്കിൽ അത് കേട്ടപ്പോൾ സമാധാനത്തോടെ ഇരിക്കുകയാണ്. കാരണം മലറിനെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. എല്ലാവരും മലറിനെ കാണാത്തൊരു ടെൻഷനൊക്കെ ഉണ്ട് മുഖത്ത്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അയ്യോ അമ്മ, ആരെങ്കിലും വിട്ടിട്ട് മലറിനെ ഒന്ന് കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ട് വരാൻ നോക്കമ്മ. ലക്ഷ്മി മലറിനെ അന്വേഷിക്കാൻ വേണ്ടി വീണ്ടും പോവാണ്. ആ സമയത്ത് ചന്ദ്രിക പൂജാരിയോട് പറയുന്നുണ്ട്, സ്വാമി, എൻ്റെ മോള് വരുന്നത് വരെ കുറച്ച് സമയം കൂടി കാത്തു നിൽക്കണം. അത് കേട്ടതും മഹേഷ് ശരിക്കും ഞെട്ടിയിട്ട് ചന്ദ്രികയെ നോക്കുവാണ്. മേഘയും ഒക്കെ ഡിസ്റ്റർബ്ഡായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മഹേഷ് ആണെങ്കിൽ ടെൻഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് പൂജാരി പറയുന്നുണ്ട്, നിങ്ങളുടെ മോള് വരുന്നത് വരെ ഇനിയും കാത്തു നിൽക്കാനാവില്ല, മുഹൂർത്ത സമയം അവസാനിക്കാൻ പോവുകയാണ്.
സ്വാമി അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ മഹേഷിന് സമാധാനമായിട്ടുണ്ടായിരുന്നു. മുഹൂർത്തത്തിന് നേരെ അവസാനിക്കുന്നതിന് മുമ്പ് എന്തായാലും താലി കെട്ടാണ് ചന്ദ്രിക പറയുക എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവനെ അമ്പരപ്പിച്ചുകൊണ്ട് ചന്ദ്രിക പറയുന്നുണ്ട്, മുഹൂർത്തത്തിൻ്റെ സമയം കഴിഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ മകൾ വന്നിട്ട് മതി കല്യാണം. ചന്ദ്രികയുടെ ആ ഒരു ഉറച്ച തീരുമാനം കേട്ടപ്പോൾ മേഘയും മഹേഷും ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ മലരിങ്ങനെ വാതിലിന് തട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് സിദ്ധാർത്ഥാണെങ്കിൽ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണ മണ്ഡപത്തിലേക്ക്. ആ സമയത്ത് പൂജാരി ചന്ദ്രികയോട് പറയുന്നുണ്ട്, മുഹൂർത്തം നേരം കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന താലികെട്ട്, അതായത് ആ വിവാഹ ജീവിതം നന്നായിട്ടുണ്ടാവില്ല മോളെ, പറയുന്നതൊന്ന് മനസ്സിലാക്കൂ. മുഹൂർത്ത സമയത്ത് താലി കെട്ടിയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതം നന്നായി തീരുള്ളൂ. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, മലര് മറ്റെവിടെയും പോയി കാണില്ല, അവളിവിടെ എവിടെന്നെങ്കിലും കളിക്കുന്നുണ്ടാവും, എന്തിനാ നീ ഇങ്ങനെ ടെൻഷനാവുന്നത്? ചന്ദ്രിക മറുപടി ഒന്നും പറയാത്തപ്പോൾ മഹേഷ് തന്നെ പൂജാരിയോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കൂ സ്വാമി, നിങ്ങൾ മന്ത്രങ്ങളൊക്കെ ചെയ്തിട്ട് കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ശരി സാർ. അയാളാണെങ്കിൽ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാദസ്വരമൊക്കെ മുഴങ്ങുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്ത് എന്തോ ഒരു സന്തോഷമില്ലായ്മ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. മേഘയൊക്കെ ആണെങ്കിൽ ടെൻഷനോട് കൂടിയാണ് ഇരിക്കുന്നത്. ഈ ഒരു താലി കെട്ട് കഴിഞ്ഞിട്ട് വേണം എന്നുള്ളൊരു സമാധാനത്തിൽ. ആ സമയത്താണെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന ആ ഒരു വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുകയാണ്. ഏയ് എന്താടാ പറ്റിയത്? അയാൾ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല സാർ, പെട്ടെന്ന് വണ്ടി നിന്നുപോയി. അയ്യോ, ഒന്ന് വേഗം നോക്ക്, അല്ല അവൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞതും അയാൾ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബോണറ്റൊക്കെ പൊക്കി നോക്കുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥാണെങ്കിൽ അവനെക്കൊണ്ട് പറ്റുന്നത് പോലെ വേഗം തന്നെ ഓടി അവിടുന്ന് രക്ഷപ്പെടുകയാണ്. കുറച്ച് നേരം നോക്കിയതിന് ശേഷം വണ്ടി റെഡിയായപ്പോൾ അയാളാണെങ്കിൽ വേഗം വണ്ടി എടുത്തിട്ട് വീണ്ടും സിദ്ധാർത്ഥിൻ്റെ പിന്നാലെ ഓടുവാണ്. അങ്ങനെ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മലരൊരു ഭാഗത്ത് ഇങ്ങനെ കരഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ പൂജാരിയോട് മഹേഷ് പറയുന്നുണ്ട്, സ്വാമി പെട്ടെന്ന് തന്നെ മന്ത്രങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് താലി എടുത്ത് തരാൻ നോക്ക്. അത് കേട്ടതും ചന്ദ്രിക ഇങ്ങനെ അതിശയത്തോടു കൂടി സിദ്ധാർത്ഥിനെ നോക്കുകയാണ്. തൻ്റെ സിദ്ധു സാർ തന്നെയാണ് ഇങ്ങനെ പറയുന്നത്, മലരില്ലാതെ കല്യാണം കഴിക്കാൻ എന്നൊക്കെ അവളിങ്ങനെ അതിശയത്തോടെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. കാരണം സിദ്ധാർത്ഥ് ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല എന്നാണ് അവളുടെ വിശ്വാസം. ആ സമയത്ത് മേഘയാണെങ്കിൽ ഇങ്ങനെ എണ്ണി എണ്ണി കാത്തു നിൽക്കുകയാണ്. സിദ്ധു ആണെങ്കിൽ ഒരുപാട് ദൂരം ഓടി, അവന് പിന്നാലെ തന്നെ ഗുണ്ടകളുടെ വണ്ടിയുണ്ട്. അങ്ങനെ ഓടി ഓടി നോക്കുന്ന സമയത്ത് ഒരു ബൈക്കുകാരൻ അതുവഴി വരുന്നുണ്ടായിരുന്നു. അവൻ്റെ ബൈക്കിൻ്റെ പിൻസീറ്റിൽ സിദ്ധു കയറി വേഗം ഇരിക്കുകയാണ്. എന്നിട്ട് വേഗം വണ്ടി എടുക്കാൻ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, സാർ നിങ്ങൾ ആരാ, എന്തിനാ എൻ്റെ വണ്ടിയുടെ പിന്നിൽ കയറിയിരിക്കുന്നത്? അപ്പോൾ പറയാം വേഗം വണ്ടി എടുക്കുക എന്നൊക്കെ പറഞ്ഞ് സിദ്ധു ധൃതി പിടിക്കുകയാണ്. അങ്ങനെ അവരും വണ്ടി സ്പീഡിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ തിരിഞ്ഞ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കൊല്ലാനാണോ അവർ വരുന്നത്? അതെ, എന്നെ കൊല്ലാനാണ് വരുന്നത്. പെട്ടെന്ന് പോവാനിയാ എന്നൊക്കെ പറയുന്നുണ്ട്. അവനും അതുപോലെ തന്നെ സിദ്ധുവിന് വേണ്ടി വേഗത്തിൽ വണ്ടി ഓട്ടുവാണ്. ആ സമയത്ത് മണ്ഡപത്തിലാണെങ്കിൽ സിദ്ധു, അതായത് മഹേഷ് പറയാണ്, സ്വാമി എത്രയും പെട്ടെന്ന് മന്ത്രങ്ങൾ അവസാനിപ്പിച്ചിട്ട് താലി എടുത്ത് തരാൻ നോക്ക്. അപ്പോൾ പൂജാരിയും പറയുന്നുണ്ട്, കെട്ടിമേളം എന്ന് പറഞ്ഞപ്പോഴേക്കും നാദസ്വരക്കാരൊക്കെ, അതായത് കല്യാണത്തിനുള്ള താലി കെട്ടാനുള്ള സമയമെത്തി. മഹേഷ് വേഗം തന്നെ ധൃതി പിടിച്ചിട്ട് പൂജാരിയോട് താലി വാങ്ങിക്കുന്നതാണ്. എന്നപ്പോൾ ചന്ദ്രികയുടെ കഴുത്തിലേക്ക് അണിയാൻ വേണ്ടി പോകുന്നുണ്ട്. എല്ലാവരും ചന്ദ്രികയുടെ മഹേഷിൻ്റെ നേരെ ആ ഒരു പൂക്കളൊക്കെ ഇതായിട്ട് ഉതിർത്തിടുവാണ്. പക്ഷേ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മഹേഷ് താലി കെട്ടാൻ ഒരുങ്ങിയപ്പോൾ ചന്ദ്രിക കൈ തടഞ്ഞു വെക്കുകയാണ്. എല്ലാവരും അതിശയിച്ചു പോവുകയാണ്. മേഘ ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്, ചന്ദ്രിക ഇതെന്താ ചെയ്തതെന്നുള്ളൊരു അർത്ഥത്തിൽ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, സാർ മലര് വന്നതിന് ശേഷം എൻ്റെ കഴുത്തിൽ താലി കെട്ട്. അപ്പോൾ വാസുവൊക്കെ ചിന്തിക്കുന്നുണ്ട്, അയ്യോ ചന്ദ്രിക മലർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്നൊക്കെ എല്ലാവരും പറയാണ്. പക്ഷെ അതൊന്നും പോരാ, മലറിനെ നേരിട്ട് കണ്ടാൽ മാത്രമേ താലി കെട്ടാൻ അനുവദിക്കുന്നുള്ളൊരവസ്ഥയിലാണ് ചന്ദ്രിക നിൽക്കുന്നത്. അപ്പോൾ മണ്ഡപത്തിൽ, അതായത് കല്യാണത്തിന് വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്, കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ സംശയമാണ്. സിദ്ധാർത്ഥ് ഓടിക്കൊണ്ട് വന്നിരുന്ന വണ്ടി വളരെയധികം ഫാസ്റ്റായിട്ടാണ് ഓടുന്നത്. അപ്പം പയ്യന് വഴി പറഞ്ഞു കൊടുക്കുകയാണ്, അവിടെ നിന്ന് ഇടത്തോട്ടേക്കുള്ള വഴി തിരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മലരാണെങ്കിൽ വാതിലിന് തട്ടിയിട്ട് അമ്മ എന്നെ രക്ഷിക്കമ്മ, ഞാൻ ഇതിനകത്തുള്ളതെന്നൊക്കെ വിളിച്ച് പറയാണ്. ആ സമയത്ത് മഹേഷ് ആണെങ്കിൽ ധൃതി കാണിക്കുന്നുണ്ട്, ചന്ദ്രിക അവൾ വന്നോളൂ, നീ ആദ്യം താലി കെട്ട്, മുഹൂർത്തത്തിൻ്റെ സമയം അവസാനിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും താലി കെട്ടാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, വീണ്ടും കൈ തട്ടി മാറ്റിയിട്ട്, സാർ ഒരു 5 നിമിഷം കാത്തു നിൽക്കുക, അവൾ ഇപ്പോൾ വരും സാർ, മലരിപ്പോൾ അതിനുശേഷം സാറ് താലി കെട്ട്. മറ്റുള്ളവരുടെ കണ്ണിൽ സിദ്ധാർത്ഥ് താലി കെട്ടാൻ ഒരുങ്ങും തോറും ചന്ദ്രിക തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. താലി കെട്ടാൻ വേണ്ടി ഭർത്താവാകാൻ പോകുന്ന ആൾ ശ്രമിക്കുമ്പോൾ അവൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൂടിയിരിക്കുന്ന ജാനകിയിലും ബാസുവിലും അതുപോലെ ലക്ഷ്മിയിലും ഒക്കെ ആ ഒരു കാര്യം വല്ലാത്ത നിരാശയാണ് കൊടുക്കുന്നത്. കാരണം താലി കെട്ടാൻ വേണ്ടി പോകുമ്പോൾ തടയുക എന്ന് പറയുന്നത് തന്നെ ഒരു അശുഭകരമായ കാര്യമാണ്. അതേസമയം മഹേഷിനും മേഘയ്ക്കും ആണെങ്കിൽ ടെൻഷൻ ആവുകയാണ്. കാരണം അവർ കാണിക്കുന്നത് ഒരു കള്ളത്തരമാണല്ലോ. അപ്പോൾ പൂജാരിയും പറയുന്നുണ്ട്, ചന്ദ്രിക മുഹൂർത്തത്തിൻ്റെ സമയം അവസാനിക്കാൻ പോവുകയാണ്, അതിനുശേഷം താലി കെട്ടിക്കഴിഞ്ഞാൽ ജീവിതം നന്നായിരിക്കില്ല. അവൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. നിങ്ങളുടെ മകളെ കൂട്ടാൻ വേണ്ടി ആൾ പോയിട്ടുണ്ടല്ലോ, അവൾ വന്നോളും, കല്യാണം നല്ല രീതിക്ക് നടക്കട്ടെ. അപ്പോൾ ചന്ദ്രിക പൂജാരിയോട് പറയുന്നുണ്ട്, എൻ്റെ മകൾ വന്നതിന് ശേഷം മാത്രമേ കല്യാണം നടക്കുള്ളൂ. അപ്പോൾ എല്ലാവരും നിരാശയോടു കൂടിയാണ് നിൽക്കുന്നത്.
മലരിങ്ങനെ കരഞ്ഞു പറയുന്നുണ്ട്, എന്നെ ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് അമ്മ, അമ്മ രക്ഷിക്കമ്മ എന്നൊക്കെ പറഞ്ഞ് കരയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ ആ പയ്യൻ വണ്ടി ഓട്ടുന്നതിൻ്റെ ഫാസ്റ്റ് പോരാന്ന് തോന്നിയിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കെ തന്നെ മുന്നിലേക്ക് വന്ന് കയറി ഇരിക്കുകയാണ്. എന്നിട്ട് അവൻ വളരെയധികം ഫാസ്റ്റായിട്ടാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥിനോട്, അതായത് മഹേഷിനോട് ജാനകി പറയുന്നുണ്ട്, സിദ്ധു ചന്ദ്രിക അങ്ങനെയൊക്കെ പറയും, മുഹൂർത്ത നേരം അവസാനിക്കാൻ പോവാണ്, നീ താലി കെട്ട്. ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും താലി കെട്ടാൻ വേണ്ടി എടുക്കുകയാണ്. പക്ഷേ ഇത്തവണയും ചന്ദ്രിക അതിനെ അനുവദിക്കുന്നില്ല. നിൽക്ക് നിൽക്ക് അമ്മായി, മലര് വന്നതിന് ശേഷം സിദ്ധു സാർ എൻ്റെ കഴുത്തിൽ താലി കെട്ടട്ടെ. എല്ലാവരും ചന്ദ്രികയുടെ ആ ഒരു ദാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം കണ്ടിട്ട് ഉൾക്കൊള്ളാനാവാതെ ഇരിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, മലര് വന്നതിന് ശേഷം കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ മുഹൂർത്തം കഴിഞ്ഞു പോകും ചന്ദ്രിക. മലര് ഇവിടെ എവിടെയെങ്കിലും കാണും, എത്രയും പെട്ടെന്ന് അവൾ വരികയും ചെയ്യും. മലര് അതിനുശേഷം വന്നു കഴിഞ്ഞാൽ മുഹൂർത്തം കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. അതേ ചന്ദ്രിക പറഞ്ഞത് അനുസരിക്കൂ. മുഹൂർത്ത നേരം കഴിഞ്ഞതിന് ശേഷം താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിനൊരു കാര്യം ഉണ്ടാവില്ല. പൂജാരിയും വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിദ്ധു താലി കെട്ടാൻ നോക്ക്. ശരി എന്ന് പറഞ്ഞിട്ട് സിദ്ധു വീണ്ടും ശ്രമിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സാർ വേണ്ട സാർ, മലര് വന്നതിന് ശേഷം ഞാൻ താലി കെട്ടിക്കോളാം. എന്നിട്ട് അവൾ മലറിന് വേണ്ടിയിട്ട് ചുറ്റിലും കണ്ണുകൾ കൊണ്ട് പരതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മഹേഷിന് അറിയാമല്ലോ മലര് വരില്ല എന്നും താലി കെട്ട് നടക്കില്ല എന്നുള്ളത്. സിദ്ധാർത്ഥാണെങ്കിൽ കല്യാണ മണ്ഡപത്തിനടുത്ത് എത്താറായിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക കട്ടായം പിടിച്ച് അതിൽ തന്നെ നിൽക്കുന്നത് കണ്ടിട്ട് എല്ലാവരും ആകെ ദേഷ്യത്തിലും സങ്കടത്തിലും നിൽക്കുകയാണ്. മേഘയ്ക്കൊക്കെ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥായ മഹേഷ് പറയുന്നുണ്ട്, എന്തിനാ ചന്ദ്രിക ഇങ്ങനെ വാശി പിടിക്കുന്നത്? മലര് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് എല്ലാവരും പറഞ്ഞില്ലേ? ഈ സമയത്ത് മുഹൂർത്തം അവസാനിക്കുന്നതല്ലേ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ആദ്യം താലി കെട്ടാം, അതിനുശേഷം നമുക്ക് പോയിട്ട് മലറിനെ നോക്കാം. സാർ വേണ്ട സാർ, ആദ്യം മലര് വരട്ടെ എന്നിട്ട് താലി കെട്ടാം എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും അത് തടഞ്ഞു വെക്കുകയാണ്. ചന്ദ്രിക വാസുവൊക്കെ സങ്കടത്തിൽ വിളിക്കുകയാണ്. അപ്പോൾ സഭയിലിരിക്കുന്നിടത്ത് മേഘ പോലും പറയുന്നുണ്ട്, എന്താ ചന്ദ്രിക, മുഹൂർത്തം നേരം അവസാനിക്കാൻ പോകണമെന്ന് എല്ലാവരും പറയുന്നു, പക്ഷെ നീയാണെങ്കിൽ മലര് വന്നിട്ടേ കെട്ടുള്ളൂ, എന്തിനിങ്ങനെ വാശി പിടിക്കുന്നത്? താലി കെട്ടാൻ നോക്ക്. മലറിനെ അന്വേഷിച്ചിട്ട് ആൾക്കാർ പോയിട്ടുണ്ടല്ലോ, എന്തായാലും അവളെയും കണ്ടുപിടിച്ചിട്ട് അവർ വന്നോളൂ. നീ താലി കെട്ടാൻ നോക്ക്. മേഘയുടെ ദാർഷ്ട്യം നിറഞ്ഞ സംസാരം കേട്ടപ്പോൾ ജാനകിക്കൊക്കെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞ കാര്യം അവർക്ക് അംഗീകരിക്കേണ്ടതാണെങ്കിലും മേഘ പറഞ്ഞത് കൊണ്ട് പറ്റിയിട്ടില്ല. ആ സമയത്ത് സിദ്ധാർത്ഥ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിന് മുമ്പിൽ. ഗുണ്ടകളും അവന് പിന്നാലെ തന്നെയുണ്ട്. അവനാണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ആ പയ്യനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് ഓടി പോവുകയാണ്. അപ്പോൾ ഗുണ്ടകൾ പറയുന്നുണ്ട്, അവൻ ക്ഷേത്രത്തിലെത്തിയടാ, ഇനി നമുക്ക് അവനെ പിടിക്കാൻ സാധിക്കില്ല. ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ പോകുന്നത് റിസ്ക്കാണ്, അകത്ത് മഹേഷ് ഉണ്ടാവും, അവൻ നോക്കിക്കോളും, വാ നമുക്ക് പോവാം എന്നും പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ്. അവസാനം ലക്ഷ്മി പോലും പറയുന്നുണ്ട്, ചന്ദ്രിക താലി കെട്ടാൻ നോക്കും മോളെ, മുഹൂർത്ത നേരം അവസാനിക്കാൻ പോവാണ്. അപ്പോൾ പൂജാരിയും പറയുന്നുണ്ട്, മുഹൂർത്ത നേരം കഴിയാൻ ഇനി ഒരു 5 നിമിഷം കൂടിയേ ബാക്കിയുള്ളൂ. അങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുഹൂർത്തത്തിൻ്റെ സമയം അവസാനിക്കും. പക്ഷേ എത്രയൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രികയുടെ മനസ്സ് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ചന്ദ്രിക പൂജാരി എത്ര തവണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തിനാ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അമ്മ പറയുന്നു, അച്ഛൻ പറയുന്നു, അമ്മായി പറയുന്നു, എന്നിട്ട് നീ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നത്? പൂജാരി നിങ്ങൾ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം താലി എടുക്കാൻ നോക്ക്. സിദ്ധു അയാളോട് നേരെ തട്ടിക്കയറുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. വീണ്ടും നാദസ്വരമൊക്കെ മുഴങ്ങുമ്പോഴേക്കും മഹേഷ് താലി കെട്ടാൻ വേണ്ടി ബലം പ്രയോഗിക്കുകയാണ്. സാർ വേണ്ട സാർ, എത്ര തവണ ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ ചെയ്യുന്നത് സാർ, വേണ്ട സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രിക തടയുകയാണ്. ശരിക്കും പറഞ്ഞാൽ കല്യാണ മണ്ഡപത്തിൽ കല്യാണം നടക്കുന്നതിന് പകരം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രിക ശ്രമിക്കുന്നത്. അതും അവൾ ആഗ്രഹിച്ച സിദ്ധാർത്ഥിനൊപ്പമുള്ള കല്യാണത്തിനാണ് അവളിങ്ങനെ വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഒറിജിനൽ സിദ്ധാർത്ഥാണെങ്കിൽ ഈ കല്യാണ മണ്ഡപത്തിന് പുറത്തെത്തിയിട്ട് അവൻ അകത്തേക്ക് ഓടിക്കയറി വരികയാണ്. ചന്ദ്രികയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് മഹേഷ് ബലം പ്രയോഗിക്കുകയാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയിട്ട്. ചന്ദ്രികയാണെങ്കിൽ ഈ താലി കെട്ടാതിരിക്കാൻ വേണ്ടി അവളെ കൊണ്ട് ആവും പോലെയൊക്കെ അവൾ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും അവരുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ വീണ്ടും പഴയതുപോലെ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ദേഹത്തേക്ക് ഇടുകയാണ്. പക്ഷേ ചന്ദ്രികയ്ക്ക് അതൊട്ടും താല്പര്യമില്ലാതെ, അതായത് ഒരുതരം ബലപ്രയോഗത്തിലൂടെ കല്യാണം നടക്കുന്നത് പോലെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മഹേന്ദ്രൻ തിരിച്ചു വരുന്നുണ്ട് മലരില്ലാതെ. അപ്പോഴേക്കും ഓടിക്കതച്ച് സിദ്ധാർത്ഥ അകത്തെത്തിയിട്ടുണ്ടായിരുന്നു. താലി കെട്ടാൻ വേണ്ടിയിട്ട് മഹേഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് പറ്റാതെ, അനുവദിക്കാതെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന ചന്ദ്രികയാണ് അവൻ കാണുന്നത്. ചന്ദ്രിക എന്ന് വിളിച്ചിട്ടാണ് സിദ്ധാർത്ഥ് വരുന്നത്. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കുവാണ്. മേഘ ഉൾപ്പെടെ എല്ലാവരും തിരിഞ്ഞിട്ട് സിദ്ധാർത്ഥിനെ നോക്കുവാണ്. മേഘയാണ് ശരിക്കും ഷോക്കായിട്ടുള്ളത്. കാരണം സിദ്ധാർത്ഥ ആ സമയത്ത് അവിടെ വരുന്നുള്ളത് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും ആണെങ്കിൽ അന്താളിച്ച് നിൽക്കുകയാണ്. ഒരു സിദ്ധാർത്ഥ് ഇവിടെ താലി കെട്ടാനിരിക്കുന്നു, മറ്റൊരു സിദ്ധാർത്ഥ് പുറത്ത് വന്ന് നിൽക്കുന്നു. വാസുവും ജാനകിയും ലക്ഷ്മിയും മഹേന്ദ്രനും ഒക്കെ ഇങ്ങനെ അതിശയത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മഹേഷാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൻ ഇവിടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ഇനി താലി കെട്ടിന് നടക്കില്ല, എത്രയും പെട്ടെന്ന് താലി കെട്ടുന്നതാണ് ബുദ്ധി എന്നും പറഞ്ഞിട്ട് ചന്ദ്രികയുടെ കഴുത്തിന് നേരെ താലിയും കൊണ്ട് പോവാണ്. ആ ഒരു അന്താളിപ്പിൽ നിൽക്കുകയാണെങ്കിലും ചന്ദ്രിക പക്ഷെ അതിനെ അനുവദിക്കുന്നില്ല. ഏയ് ഒരു നിമിഷം നിൽക്ക് എന്നും പറഞ്ഞിട്ട് അവൾ കൈ തട്ടി മാറ്റിയിട്ട് പുറത്ത് വന്ന് നിൽക്കുന്ന സിദ്ധാർത്ഥിനെ അതിശയത്തോടു കൂടി അന്താളിപ്പോടു കൂടി നോക്കുവാണ്.
സിദ്ധു ആണെങ്കിൽ ഒന്നും പറയുന്നില്ല, അവനിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. തൻ്റെ കൺമുന്നിൽ മറ്റൊരു സിദ്ധാർത്ഥിനെ കണ്ടതിൽ അതിശയം അവനും ഉണ്ടായിരുന്നു. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, എന്തിനാ മോളെ നീ ഇങ്ങനെ കൈ തട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നത്, താലി കെട്ടാൻ നോക്ക്. അപ്പോൾ മഹേന്ദ്രനാണ് പറയുന്നത്, ഒരു നിമിഷം പൂജാരി, ഒന്ന് ക്ഷമയോടെ നിൽക്ക്. ചന്ദ്രികയുടെ ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പൂജാരിയോടും തട്ടിക്കയറുകയാണ്. അപ്പോൾ വാസു ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. എന്നിട്ട് മണ്ഡപത്തിൽ ഇരിക്കുന്നവനെ നോക്കി വിളിക്കുകയാണ്, സിദ്ധു. അപ്പോൾ മഹേഷ് ആണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അവന്മാർ ഇവനെ കൊന്നിട്ടുണ്ടാവുന്ന വിചാരിച്ചത്, ഇവനാണെങ്കിൽ ജീവനോടെ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ ആദ്യത്തെ ഒരു അന്താളിപ്പ് വിട്ടുമാറാതെ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇനി ഇവനെ എന്താ ചെയ്യുക, മഹേഷ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ മേഘയും വിചാരിക്കുന്നുണ്ട്, അയ്യോ സിദ്ധു എങ്ങനെ ഇവിടെ എത്തിയത്? മഹേഷ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സത്യങ്ങളും എല്ലാവരും അറിയുമല്ലോ. ഞാനാണ് സിദ്ധാർത്ഥിൻ്റെ പോലത്തെ മാസ്ക് ഇട്ട് കൊടുത്തിട്ട് അവനെ കൊണ്ട് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടിക്കാൻ ശ്രമിച്ചത് എന്നുള്ള സത്യം അവൻ എല്ലാവർക്കും മുന്നിൽ തുറന്നു പറയും. സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചേർന്ന് എനിക്കിട്ട് പണി തരും. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. എങ്ങനെയെങ്കിലും നൈസായിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. മേഘ ഇങ്ങനെ അവളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. അതേസമയം മണ്ഡപത്തിലിരിക്കുന്ന സിദ്ധാർത്ഥിനെയും പുറത്തു നിൽക്കുന്ന സിദ്ധാർത്ഥിനെയും നോക്കി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ മേഘയാണെങ്കിൽ അതിനിടയിൽ നൈസായിട്ട് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ജാനകിയാണെങ്കിൽ അതിശയം അടക്കാനാവാതെ വാസുവിനോട് പറയുന്നുണ്ട്, ഏട്ടാ ഇതെന്താ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ മകൻ സിദ്ധു ഇവിടെ കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുകയാണ്, അവനെപ്പോലെ ഒരാൾ ഇതാ ഇവിടെ പുറത്ത് വന്ന് നിൽക്കുന്നു. അതേ ജാനകി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വാസുവും പറയുന്നുണ്ട്, ചന്ദ്രയ്ക്കാണെങ്കിൽ തല പൊട്ടിപ്പൊളിയുന്ന പോലെയാണ് തോന്നുന്നത്. കൂടെ ഇരിക്കുന്നതും സിദ്ധാർത്ഥ്, പുറത്ത് വന്ന് നിൽക്കുന്നതും സിദ്ധാർത്ഥ്. അപ്പോൾ മഹേന്ദ്രനും ലക്ഷ്മിയോടും ചന്ദ്രികയോടായിട്ട് പറയാണ്, എന്താ ഇത് പുതിയൊരു പ്രശ്നം? ചന്ദ്രികയുടെ കഴുത്തിൽ സിദ്ധാർത്ഥ് താലി കെട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ അവനെപ്പോലെ ഒരുത്തൻ പുറത്ത് വീണ്ടും വന്ന് നിൽക്കുന്നോ? ലക്ഷ്മിയും പറയുന്നുണ്ട്, എനിക്കാകെ തല ചുറ്റുന്നത് പോലെ തോന്നുന്നു. എന്താ സിദ്ധു സാർ ഇത്, നിങ്ങളെപ്പോലെ ഒരാൾ വന്ന് നിൽക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചന്ദ്രികയ്ക്കും അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല. സിദ്ധുവും ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം മലരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും തന്നെപ്പോലെ ഒരാൾ മുന്നിൽ നിൽക്കുന്നത് കണ്ടതിൻ്റെ അതിശയം സിദ്ധാർത്ഥിനും വിട്ടു മാറിയിട്ടില്ല. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, ഒരാളെപ്പോലെ 7 പേരുണ്ടാവുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാവും ഇതും. എന്തിനാ വെറുതെ ഈ ഒരു കാര്യവും പറഞ്ഞ് കല്യാണത്തിൻ്റെ സമയം അവസാനിപ്പിക്കാൻ നോക്കുന്നത്? നിങ്ങൾ താലി കെട്ടാൻ നോക്ക് എന്ന് മഹേഷിനോട് പറഞ്ഞത് കേട്ടതും അവൻ പെട്ടെന്ന് തന്നെ താലി എടുത്ത് ചന്ദ്രികയുടെ നേരെ പോവാണ്. എന്നിട്ട് ചന്ദ്രികയുടെ കഴുത്തിൽ പഴയതുപോലെ വീണ്ടും താലി കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അവളാണെങ്കിൽ താലി പിടിച്ചു മാറ്റിയിട്ട് കെട്ടാൻ അനുവദിക്കുന്നുമില്ല. അപ്പോൾ തൻ്റെ കൺമുന്നിൽ ചന്ദ്രികയുടെ കഴുത്തിൽ മറ്റൊരു സിദ്ധാർത്ഥ് താലി കെട്ടുന്നത് നോക്കി നിൽക്കുകയാണ് യഥാർത്ഥ സിദ്ധാർത്ഥ്. ആകെ കൂടെ ഒരു കുഴപ്പത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. മഹേഷ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും താലി ചന്ദ്രികയുടെ കഴുത്തിൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സാഹസികത തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.